ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. ഇറ്റ്സ് മീ ഫർഷു സ്വാലിഹ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സ്വീറ്റ് ആയിട്ടില്ല, അതുപോലെ തന്നെ ഒത്തിരി ടേസ്റ്റി ആയിട്ട് നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു കുഞ്ഞ് സ്നാക്ക് റെസിപ്പിയുമായിട്ടാണ്. ഇത് ഉണ്ടാക്കിയെടുക്കാൻ ഒത്തിരി സിമ്പിളാണ്, അതുപോലെ തന്നെ നമുക്ക് വൈകുന്നേരം ചായക്കൊപ്പം കഴിക്കാൻ ഒത്തിരി ടേസ്റ്റിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ തൊട്ടടുത്ത ബെൽ ബട്ടൺ അടിച്ചു പൊട്ടിക്കുക. എന്നാൽ മാത്രമേ ഞാൻ അയക്കുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനൊരു വലിയ റോബസ്റ്റ് എടുത്തിട്ടുണ്ട്. നമുക്ക് കൂടുതലായിട്ട് സ്നാക്ക് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതലായിട്ട് ഈ ഇൻഗ്രീഡിയൻസൊക്കെ ആഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ, അതും നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉള്ള ഇൻഗ്രീഡിയൻസ് ആണ്. പിന്നെ ഞാനൊരു കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്, അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പ് എടുക്കാം. ഇനി ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ, ഒരു പിഞ്ച് ഉപ്പാണ് എടുത്തിട്ടുള്ളത്. സ്വീറ്റായിട്ട് എന്തുണ്ടാക്കുമ്പോഴും നമ്മളത് ജസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരല്പം സാൾട്ട് ആഡ് ചെയ്യുന്നത് ആ പലഹാരത്തിൻ്റെ ടേസ്റ്റ് കൂട്ടുന്നു. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 4-5 ടേബിൾ സ്പൂൺ ഷുഗറാണ്. നമ്മുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് എടുക്കാം. ഇനി ഷുഗറിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കര എടുക്കാം കേട്ടോ. ഇനി ഒരു 3 ഏലക്കായ എടുത്തിട്ടുണ്ട്, അത് ജസ്റ്റ് അതിൻ്റെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. ഇനി നിങ്ങളുടെ കയ്യിൽ വനില എസൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ആഡ് ചെയ്താലും മതി കേട്ടോ. അപ്പോൾ അത് നമ്മുടെ ടേസ്റ്റ് അനുസരിച്ചിട്ടാണ്. ഇനി നമ്മളൊരു പാത്രം എടുത്തിട്ട് എന്ത് ചെയ്യാം, ഈ ഒരു പഴം ഒരു സ്പൂണോ ഫോർക്കൊക്കെ വെച്ചിട്ട് ശരിക്കും ഒന്ന് ഉടച്ചെടുക്കണം കേട്ടോ. അപ്പോൾ എനിക്ക് ഒരു പഴം തികയില്ല തോന്നിയപ്പോൾ ഞാൻ വീണ്ടും ഇതിലേക്ക് ഒന്നുകൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ മാറ്റി വെച്ച ഓരോ ഇൻഗ്രീഡിയൻസും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് ശരിക്കും ഒന്ന് കുഴച്ച് മിക്സ് ചെയ്തിട്ട് നമ്മളിത് എടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഷുഗറും ബേക്കിംഗ് സോഡയും ഉപ്പും ആദ്യം തന്നെ നമുക്ക് പഴം ഉടയ്ക്കുന്ന സമയത്ത് ഇട്ട് കൊടുക്കാം, എന്നാലേ ഇതിൻ്റെ ഒരു സ്വീറ്റൊക്കെ ശരിക്കും ഒന്ന് ഇതിൽ പിടിക്കുകയുള്ളൂ. ഇനി നമ്മൾ ഈ ഒരു പഴം ഉടച്ചതിന് ശേഷം നമ്മൾ ഈ മൈദ മിക്സ് ഇട്ടിട്ട് ശരിയാക്കാം കേട്ടോ. അപ്പോൾ ഒത്തിരി സിമ്പിളാണ്, അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ഇൻഗ്രീഡിയൻസ് മാത്രമല്ലേ ഇതുള്ളൂ, അതിൽ കൂടുതലൊന്നുമില്ലല്ലോ. അപ്പോൾ ഒരു പ്രാവശ്യം നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്യുന്നവർ തീർച്ചയായും നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കല്ലേ. ഒരുപാട് റെസിപ്പീസ് ഞാൻ ചാനലിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്, അപ്പോൾ കണ്ടിട്ടില്ലാത്തവർ ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലി എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ. ഇപ്പം ഞാൻ ഇത് ശരിക്കും മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ മൈദ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗോതമ്പ് പൊടി ആഡ് ചെയ്യാം. ഇനി നിങ്ങൾ പകുതി ആക്കിയാലും വലിയ പ്രശ്നമില്ല കേട്ടോ. അതായത് പകുതി ഗോതമ്പ് പൊടി അതുപോലെ തന്നെ പകുതി മൈദാപ്പൊടി എടുത്താലും ഇതിൻ്റെ ഫ്ലേവർ നന്നായിരിക്കും. എന്നിട്ട് ഞാനിപ്പോൾ ഒരു സ്പാച്ചുല വെച്ചിട്ട് മിക്സ് ചെയ്ത് ഈ ഒരു പരുവത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്ത് വെച്ച ഒരു മിക്സാണ് ഈ കാണുന്നത്. ഇനി ശരിക്കും നമ്മൾ സ്പാച്ചുല ഉപയോഗിച്ചിട്ട് ഇത് വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് നമുക്ക് അല്പം നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ ഓയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒത്തിരി ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്, തീർച്ചയായും ട്രൈ ചെയ്യാം. ട്രൈ ചെയ്തിട്ടുള്ളവർ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ തൊട്ടടുത്ത ബട്ടൺ അടിച്ചു പൊട്ടിക്കുക. ഒരുപാട് വീഡിയോസ് ചാനലിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് ജസ്റ്റ് ചാനൽ ചെക്കൗട്ട് ചെയ്യാം. പിന്നെ എങ്ങനത്തെ വീഡിയോസാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് തീർച്ചയായും കമൻറ്റിൽ പറയാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോ ആയി വരുന്നവരെ. See you guys. Thank you for watching.